Hello everyone, welcome back to yet another vlog. ഈ വ്ളോഗിൻ്റെ ഹൈലൈറ്റ് തായ്ലൻഡിൻ്റെ ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഷോക്കേസ് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ചാണ്. തായ്ലൻഡിലെ എല്ലാ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പട്ടായയിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 hours ഡ്രൈവ് ഉണ്ട് പട്ടായയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈം 11:30-12 ആയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് പട്ടായയിൽ എത്തുമ്പോഴേക്കും 2 o'clock ആയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ സെൻട്രൽ പട്ടായയിൽ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് മദ്രാസ് ദർബാറിലേക്കാണ് പോയത്. ഇത് അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, എൻ്റെ ഫേവറേറ്റ് ആണ് ഈ റെസ്റ്റോറൻറ്റ്. പട്ടായയിൽ വരുവാണെങ്കിൽ നമ്മൾ എന്നും ഫുഡ് കഴിക്കുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് മദ്രാസ് ദർബാർ. ഇന്ന് നമ്മളിവിടെ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് മസാല ദോശയും ഇഡ്ഡലിയും. ഇഡ്ഡലീൻ്റെ കൂടെ തന്നെ സാമ്പാറും ചട്നിയും ചമ്മന്തിയും ഉണ്ട്. പിന്നെ എഗ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഡിഷസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്തത് മറ്റേ എഗ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് കഴിച്ചപ്പോൾ തോന്നിയത് നമുക്ക് പാലക്കാട് കിട്ടുന്ന ഒരു NMR ബിരിയാണി ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല നമ്മൾ ബിരിയാണീനെ കൂടെ അവരൊരു കുറച്ച് ഗ്രേവിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മറ്റൊരു പേരാണ് 4 Regions മാർക്കറ്റ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ വില്ലേജാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം തന്നെ ഈ വില്ലേജിലെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ 4 റീജിയൻസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഫുഡ്, തായ് കൾച്ചർ, അവിടുത്തെ ട്രഡീഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പോൾ ഫോറിനേഴ്സിന് പെർ പേഴ്സൺ 200 baht ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ബോട്ട് റൈഡ് ഉണ്ട്. അപ്പോൾ ബോട്ട് റൈഡിന് നമുക്ക് ഫുള്ളി ചാർജ് വരുന്നത് 800 baht ആണ് പെർ പേഴ്സൺ. അപ്പോൾ ബോട്ട് റൈഡിൽ നമുക്കൊരു ഡെസേർട്ടും കൂടി കിട്ടും. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 800 baht വരുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം വരുന്നത് 9 AM to 7:30 PM വരെയാണ്. നമ്മളിവിടെ എത്തിയത് ഈവനിങ് 4 o'clock-നാണ്. ഇവിടെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഹിയർ ഈസ് മോർണിംഗ് ആണെങ്കിൽ ബിഫോർ 11 AM, ഈവനിങ് ആണെങ്കിൽ ആഫ്റ്റർ 3:30 PM. ഈ ഒരു ടൈമിലൊക്കെ വിസിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പട്ടായയിൽ നല്ല ചൂടാണ്. അപ്പോൾ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് കാരണം നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. തായ്ലൻഡിലെ 4 regions എന്ന് പറയുന്നത് നോർത്ത് റീജിയൻ, നോർത്ത് ഈസ്റ്റ് റീജിയൻ, സൗത്ത് ആൻഡ് സെൻട്രൽ റീജിയൻ ആണ്. ഈ 4 regions റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ധാരാളം ഹാൻഡിക്രാഫ്റ്റ്സുകളും അവിടുത്തെ കൾച്ചർ, ഫുഡ്, കലാരൂപമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതൊരു റിവറിൻ്റെ സൈഡായിട്ട് നിർമ്മിച്ച മാർക്കറ്റാണ്. വെള്ളത്തിലിരിക്കുന്ന ഓരോ ഷോപ്പും വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മാർക്കറ്റാണിത്. ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വുഡ് കൊണ്ട് തന്നെ അവർ തായ്ലൻഡിൻ്റേതായിട്ടുള്ള ആ ഒരു വാസ്തുവിദ്യ ഉപയോഗിച്ച് തന്നെ അവരുടെ രീതിയിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ നടന്നിട്ടും നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിങ് യൂസ് ചെയ്തും ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇത് വേണ്ട, ഇത് തായ് ട്രഡീഷണൽ ഡാൻസ് ആണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ 2 രീതിയിലുള്ള ബോട്ട് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ പാക്കേജ് എടുത്തിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നവരുണ്ടാവില്ല, അവർക്ക് വേറെ തന്നെ ഒരു ബോട്ട് അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ വരുവാണെങ്കിൽ 2 or 3 പീപ്പിൾസ് മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള ബോട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ചാർജ് ഉണ്ട് അതിന്. ഈ മാർക്കറ്റ് മുഴുവൻ ഒരു കനാൽ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കനാലിലൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ബോട്ട് റൈഡിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇതാ നമ്മുടെ കുഞ്ഞ് ബോട്ട് കണ്ടോ, ഇതിലാട്ടോ നമ്മൾ റൈഡ് ചെയ്യുന്നത്. ഈ ബോട്ടിംഗ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന ടൈമിൽ നമുക്ക് 2 സൈഡിലും ഫുള്ളായിട്ട് വുഡൻ മാർക്കറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്റ്റാളുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇതാണ് തായ് കോക്കനട്ട് ഐസ്ക്രീം. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ നമുക്ക് കൂടുതലായിട്ടും സാധാരണക്കാരുടെ, തായ്ക്കാരുടെ ലൈഫ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എന്ത് രസമായിട്ടാണല്ലേ ഇവരോ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അത് നല്ല നല്ല രസമുണ്ടല്ലേ. ഒരു ട്രഡീഷണൽ രീതിയിൽ അവരുടെ കൾച്ചർ അങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവരെന്ത് രസമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്.
നമ്മൾ ചെറിയ ബോട്ടിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മളെ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വലിയ ബോട്ടാണെങ്കിൽ അത് പറ്റില്ല. ബോട്ട് റൈഡ് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റായി തോന്നുന്നത് ഇവർ എല്ലാവരും ചെറിയ ബോട്ടിൽ ഇവരുടേതായിട്ടുള്ള ഫുഡ്, ഹാൻഡിക്രാഫ്റ്റ് അതെല്ലാം കൊണ്ടുവരുന്നു. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും, ഫുഡ് ഐറ്റംസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇവർ നമ്മുടെ അടുത്തേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു കൗതുകമായിട്ട് തോന്നും. പക്ഷേ എല്ലാം ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാട്ടോ. പക്ഷേ എല്ലാം നല്ല കോസ്റ്റ്ലി ആണ്. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാത്തിനും കുറച്ച് കോസ്റ്റ്ലി ആണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വരുന്ന ടൈമിൽ ക്യാഷ് കൊണ്ടുവരാൻ നോക്കണം. കാരണം ഇവിടെ സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ഷോപ്പിലില്ല കേട്ടോ. ബോട്ട് റൈഡിലൂടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ചുറ്റി കാണിച്ചതിന് ശേഷം നമ്മൾ ഒരു എൻഡിൽ അവരിറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നടന്നിട്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. അതുമാത്രമല്ല ഷോപ്പിങ്ങും ലോക്കൽ തായ് ഫുഡും കൂടി എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. തായ്ലൻഡിലെ ലോക്കൽ ഫുഡ് ഐറ്റംസ്, അതായത് ഇവർ കഴിക്കുന്ന എല്ലാ ലോക്കൽ ഫുഡ്സും, അതായത് ക്രോക്കഡൈൽ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, പിന്നെ ഞണ്ട് ഫ്രൈ, അങ്ങനെ ഇവർ കഴിക്കുന്ന എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ട്രൈ ചെയ്യാം. ഇവിടെ ഫുഡ് കഴിക്കുന്ന ഇതുപോലത്തെ രീതിയിലാണ്. അതായത് ഇവിടെ കുറേ ബെഞ്ചുകൾ ഒഴിച്ചിട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ തായ് കൾച്ചറിൻ്റെ രീതിയിൽ നമ്മൾ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബോട്ടിൽ പോകുകയാണെങ്കിൽ നമുക്കിതുപോലെ ഫുഡ് ഓർഡർ ചെയ്യാം. അവർ നമുക്ക് സെർവ് ചെയ്ത് തരും. നമ്മളിവിടെ എത്തിയത് 4 മണിക്കായതുകൊണ്ടാണ് അധികം റഷ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടാവും ഫുഡ് കഴിക്കാനായിട്ട് താഴെ ഇരുന്നിട്ട്. അതുപോലെ തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അവിടുന്ന് തായ് ഐസ്ഡ് ടീ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഈ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടത്. പിന്നെ അത് കുറച്ച് നേരം കണ്ടു. ഇവിടെ ബോക്സിങ് മാത്രമല്ല കേട്ടോ, തായ് ഡാൻസ്, തായ് കലാരൂപങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ ഇവിടെ കാണാനുണ്ട്. പിന്നെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനെ ചിത്രം വരച്ചിട്ട് സെയിൽ ചെയ്യുന്നത് കാണുന്നത്. അതിൽ ഓരോന്നിനും കോസ്റ്റ് വരുന്നത് 250, 350 അങ്ങനെയാണ്. വരച്ചതെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള തായ് ഡ്രസ്സുകൾ, കുറേ ബാഗുകൾ, അങ്ങനെയെല്ലാം ഇവിടെ കാണാൻ പറ്റും. എല്ലാത്തിനും കോസ്റ്റ്ലി ആണ്, ബട്ട് എന്നാലും നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. എല്ലാ പ്രൊഡക്ട്സും വെറൈറ്റി ആണ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസിനാണ് അവർ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വെൻഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവായിട്ടുള്ള കുറേ കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേസും പിന്നെ അവരുടെ പ്രൊഡക്ട്സും ഒക്കെ നമുക്കിവിടെ കാണാം. അത് മാത്രമല്ല ഇവിടെ ബോഡി മസാജ് കൂടിയുണ്ട്, അതും അടിപൊളിയാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഈ മാർക്കറ്റിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകളാണ്. അതായത് ലൈക്ക് ലോക്കൽ ഫാമേഴ്സ്, ആർട്ടിസൻസ്, ഇവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ ക്രാഫ്റ്റ്സ് അതൊക്കെ ഷെയർ ചെയ്യാനും സെല്ല് ചെയ്യാനും പിന്നെ അത് തായ് ഓർ ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സിലേക്ക് എത്തിക്കാനും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു ഫുഡിയാണോ അല്ലെങ്കിൽ തായ് ഫുഡും അതിൻ്റെ കൾച്ചേഴ്സും അങ്ങനെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇസ് എ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും 6:30 ആയി. പിന്നെ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഈ ഹോട്ടലിലേക്ക്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 7:30 ആയി. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറം പോയിരിക്കുകയായിരുന്നു. ഇത് നല്ല ഹോട്ടലാട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് എക്സ്ട്രാ ചാർജ് ഉണ്ട് അതിന്. പിന്നെ റൂംസും എല്ലാം കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ നമ്മൾ റൂമെത്തി. ഫുള്ളി ടയേർഡായിരുന്നു. കാരണം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കുറേ കാണാനുണ്ടല്ലോ. അപ്പോൾ നടന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.